ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അറിയാം, കാരണം കുറച്ച് ബിസി ആയിരുന്നു. കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് വേണ്ട ആവശ്യങ്ങൾ വന്നു. എന്തായാലും പുതിയ വീഡിയോ ഇതാ വന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ക്ലാസ് 11th മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ് ആണ്. സോ വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, എല്ലാവർക്കും ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ തന്നെയാണ്. വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ല. കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചെടുത്താൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പെട്ടെന്ന് മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് എക്സാമിന്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സെറ്റിനെ കുറിച്ച് പഠിക്കുന്ന മുമ്പ് സെറ്റ് എന്താണെന്ന് ആദ്യം അറിയണം. സെറ്റിന്റെ ഡെഫിനിഷൻ വന്നിട്ട് സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്തും ആവാം, ലൈക്ക് ആൽഫബറ്റുകളാവാം, നമ്പേഴ്സ് ആവാം, പേരുകളാവാം, എന്തെങ്കിലും സാധനങ്ങളാവാം, അങ്ങനെ എന്തും അതിനെയൊക്കെ തന്നെയാണ് ഒബ്ജക്ട്സ്. അഥവാ നമ്മൾ സെറ്റിന്റെ ഇതിൽ എലമെന്റ്സ് എന്ന് പറയും കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ എടുക്കുകയാണ്, നിങ്ങൾക്ക് വേറൊരു കാര്യം അറിഞ്ഞുണ്ട്. സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണ വഴി എന്ന് പറയുന്നത് കേളി ബ്രാക്കറ്റ് വെച്ചിട്ടാണ്. ഈ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മളെ എലമെന്റ്സും കാര്യങ്ങളൊക്കെ എഴുതാറ്. ഇവിടെ വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നുണ്ട്, കാരണം ഈ സെറ്റിലുള്ള എലമെന്റുകൾ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു റൂള് ഫോളോ ചെയ്യണം. ലൈക്ക് നിങ്ങൾക്ക് പറഞ്ഞതാ, ഇപ്പൊ നിങ്ങളുടെ സെറ്റിന്റെ കണ്ടീഷൻ വന്നിട്ട് വവൽസ് എന്നാണ് വെക്കുക. വവൽസ് ഓഫ് ആൽഫബറ്റ്. നിങ്ങൾക്ക് വവൽസ് അറിയാം. സോ ഈ സെറ്റിന് നമ്മൾ എ എന്ന് പേര് കൊടുത്താൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ്, നമുക്ക് വവൽസ് അറിയാം, എ, ഇ, ഐ, ഒ, യു. ഇതൊരു ഡിഫൈൻഡ് സെറ്റാണ്, കാരണം നമ്മൾ ഇവിടെ വവൽസ് ആണ് എന്നുള്ള ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സെറ്റാണ്, വെൽ ഡിഫൈൻഡ് സെറ്റാണ്. ഇതേതിപ്പോൾ ഞാൻ വേറൊരു കണ്ടീഷനാണ് കൊടുക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ ടോൾ പീപ്പിൾ. ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സെറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ടോൾ എന്ന വാക്ക് ടോൾ ആയിട്ടുള്ള മനുഷ്യൻ, അതൊരു റിലേറ്റീവ് ആയിട്ടുള്ള, അതായത് നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരാൾ ഷോർട്ട് ആവാം, മറ്റൊരാൾ ടോൾ ആവാം. ലൈക്ക് ഇപ്പൊ ഷോർട്ട് ആയിട്ടുള്ള എന്നെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട് വയ്ക്കുക, ആ മനുഷ്യനെക്കാട്ടിലും ചെറുതായിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ അയാള് അവരെ കമ്പയർ ചെയ്യുമ്പോൾ ടോൾ ആയിരിക്കും. സോ നമുക്ക് ഒരു ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ടോൾ പീപ്പിൾ, അതായത് ആബ്സല്യൂട്ട് ആയിട്ട് ഒരാൾ ടോളാന്ന് പറയാൻ പറ്റില്ല. അതൊരു റിലേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് മറ്റൊരാളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ടോളാണ്, നമ്മൾ ഷോർട്ടാണ്, അങ്ങനെ പറയുന്നതാണ്. സോ അതിനെ നമുക്ക് സെറ്റായിട്ട് എഴുതാൻ പറ്റില്ല. ഇതൊരു വെൽ ഡിഫൈൻഡ് അല്ല. വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത് ഞാൻ അപ്ലൈ ബബിൾസിന്റെ കാര്യം പറഞ്ഞാണ്. ഇപ്പോ സെറ്റ് ഓഫ് numbers from 1 to 10 എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിഫൈൻഡ് സെറ്റാണ്. കാരണം 1 to 10 നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് അറിയാം. സോ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3 4 5 6 7 8 9 10. നമുക്കറിയാം 1 to 10 വരെയുള്ള നമ്പർ ഇവിടെ ഡിഫൈൻഡ് ആണ്, അതായത് നമുക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ് സെറ്റ് എന്ന് പറഞ്ഞ. ഇനി നമുക്ക് വെൽ ഡിഫൈൻഡ് അല്ലാത്തൊരു എക്സാമ്പിൾ കൂടി എടുക്കാം. സെറ്റ് ഓഫ് ഓൾ സ്ട്രോങ് അനിമൽസ് എന്ന് എടുത്തു. ഇത് നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം ഒരു അനിമലിനെ എഴുതി, ആ അനിമലിനെക്കാട്ടിലും വേറൊരു അനിമൽ സ്ട്രോങ് ആയിരിക്കും, അതിനെക്കാട്ടിലും വേറെ സ്ട്രോങ് ആയിരിക്കും, അതങ്ങനെ പൊക്കോണ്ടിരിക്കും. ഒരു സ്ട്രോങ് അനിമൽസ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഇല്ല.
ഒന്ന് മറ്റൊന്നിനേക്കാളും എപ്പോഴും സ്ട്രോങ് ആവാം, വീക്ക് ആവാം, അങ്ങനെയാണ്. സോ ഇതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളതല്ല. സോ ഇത് സെറ്റായിട്ട് എഴുതാൻ പറ്റില്ല. സെറ്റിന്റെ ഡെഫിനേഷൻ എത്രേ ഉള്ളൂ. സെറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, എന്തെങ്കിലും സാധനങ്ങളുടെ ഒരു കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് ഇങ്ങനൊരു റൂളോ പാറ്റേണോ ഫോളോ ചെയ്യണം. പിന്നെ അത് കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ആണെന്നാണ് പറയുക. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണെന്ന് പറഞ്ഞാൽ സെറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന, സെറ്റ് തിയറിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് നോട്ടേഷൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ലെറ്റേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ സെറ്റിൽ ഏത് തരം എലമെന്റ്സ് ആണ് എന്ന് കാണിക്കാനുള്ള കുറച്ച് നോട്ടേഷൻസ് ആണ്. എന്നെന്ന് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ എൻ എന്ന് പറയുക. നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് അറിയായിരിക്കും. നമ്മുടെ എണ്ണൽ സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ്. സെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരിക ഇന്റീജേഴ്സ് ആണ്. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇന്റീജേഴ്സ്. ഇത് ടോട്ടൽ ഇന്റീജേഴ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ സെഡ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക. ക്യൂ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് ആണ്. നമ്മുടെ ഫ്രാക്ഷൻ ആയിട്ടൊക്കെ വരുന്ന പോലത്തെ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ നമുക്ക് തൽക്കാലം അറിയുന്ന എല്ലാ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിലാണ് വരിക. നമ്മളിനി കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ അതിലും വലിയ കാര്യങ്ങൾ പഠിക്കുള്ളൂ. തൽക്കാലം റിയൽ നമ്പേഴ്സ് ആണ് ഏറ്റവും വലുതെന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. സെഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റീജേഴ്സ് ആണ്. നമുക്കറിയാം ഇന്റീജേഴ്സ് നെഗറ്റീവിന്ന് പോസിറ്റീവിലോട്ട് പോകാറുണ്ട്. അതിലെ പോസിറ്റീവ് ഇന്റീജേഴ്സിന്റെ മാത്രം സെറ്റ് ആണ് സെഡ് പ്ലസ്. ക്യൂ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റാഷണൽ നമ്പറുകളാണ്. ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പറുകളാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് സെറ്റിൽ വരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സിനെ ഡിനോട്ട് ചെയ്യുന്ന കുറെ നോട്ടേഷൻസ്. എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. സെഡ് എന്ന് പറയുന്നത് ഇന്റിജേഴ്സ് ആണ്. ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ്. ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി അറിയേണ്ടതെന്ന് പറഞ്ഞാൽ മെയിൻലി ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ 4 മതി തൽക്കാലം. അതിലും ക്യൂവും ഇത്തിരി ഇതാക്കാവുന്നതാണ്, എക്സ്ക്ലൂഡ് ചെയ്യാവുന്നതാണ്. ബാക്കി നാച്ചുറൽ നമ്പർ, ഇന്റീജർ, റിയൽ നമ്പേഴ്സ്, ഇത് മൂന്നും കണ്ടാൽ മനസ്സിലാവണം ഏത് ലെറ്റർ ഏത് തരം നമ്പേഴ്സിനെ കാണിക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാവണം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നോട്ടേഷൻ ഞാൻ പറഞ്ഞുതരാം. ഒരു സെറ്റ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, ക്യാപിറ്റൽ എ ഇസിക്കൽ ടു സെറ്റ് ഓഫ് എ ബി സി ഡി എന്നൊരു സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു എലമെന്റ് ഈ സെറ്റിൽ ഉള്ളതാണ്, ഈ സെറ്റിന് ബിലോങ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ, അതായത് സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്ന് കാണിക്കാം. ഈ ചെറിയ എ വലിയ എ എന്ന സെറ്റില് ഉള്ള ആളാണ് എന്ന് കാണിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സെറ്റ് തിയറിയില് നിങ്ങൾ ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള എപ്സിലോൺ ഉപയോഗിക്കുക. ദിസ് ഈസ് എപ്സിലോൺ. ഈ ഒരു ഇത് അറിഞ്ഞു വെക്കണമെന്നില്ല, ഈ ഒരു ചിഹ്നമാണ് സാധാരണഗതിക്ക് ഉപയോഗിക്കുക. ഇപ്പൊ ഇവിടെ ഈ ബിലോങ്സ് ടു എന്നുള്ള ഈ ഒരു വാക്കിനെ നമുക്ക് ഈ ചിഹ്നം വെച്ച് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എ എന്നത് ക്യാപിറ്റൽ എ എന്ന സെറ്റിന് ഉള്ളതാണ്, ക്യാപിറ്റൽ എ എന്ന സെറ്റിലോട്ട് ബിലോങ് ചെയ്യുന്നു
എന്നാണ് ഈ ഒരു സിമ്പല് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ബിലോങ്സ് ടു എന്ന് എഴുതേണ്ട പകരം ഈ ഒരു ചിഹ്നം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സെറ്റുകളെ നമ്മൾ രണ്ട് രീതിക്ക് ഡിഫൈൻ ചെയ്യാറുണ്ട്. റോസ്റ്ററും സെറ്റ് ബിൽഡർ ഫോമുമായിട്ടാണ് നമ്മൾ അതിനെ രണ്ടിനെയും ഡിഫൈൻ ചെയ്യാറ്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ ഇത്ര നേരം എഴുതിയ പോലെ തന്നെ എലമെന്റ്സിനെ ഡയറക്ട്ലി അതിലോട്ട് എടുത്ത് എഴുതണ ടൈപ്പ് ഐറ്റം. ലൈക്ക് ഇപ്പൊ ഞാൻ എടുക്കുന്നു എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എ ഇ ഐ ഒ യു. നമ്മൾ ബബിൾസിന്റെ സെറ്റാണ് എടുത്തിരിക്കുന്നത്. സോ റോസ്റ്റർ എന്ന് പറഞ്ഞാൽ എലമെന്റ്സിന് നമ്മൾ ഡയറക്ട്ലി സെറ്റിന്റെ ഉള്ളിലോട്ട് എഴുതുന്ന പരിപാടിയാണ്. സെറ്റ് ബിൽഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിലിരിക്കുന്ന എല്ലാ ലെറ്ററുകൾക്കും ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ട് ഇല്ലേ? അതായത് എല്ലാവരും ബബലാണ്. അതാണ് ഇതിന്റെ ഒരു ഡെഫിനിഷൻ. എല്ലാവരും ബബല എന്നുള്ളതാണ് ഈ ഒരു സെറ്റിന്റെ ഡെഫിനിഷൻ. എല്ലാ എലിമെന്റ്സും ഒരു ബബലാണ്. ഈ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ സെറ്റായി എടുത്ത് എഴുതുന്നതാണ് നമ്മുടെ സെറ്റ് ബിൽഡർ ഫോം. അതായത് ആ ഒരു കണ്ടീഷൻ എഴുതി നമ്മൾ തന്നെ സെറ്റ് ഉണ്ടാക്കണ പോലെ. സോ സെറ്റ് ബിൽഡർ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാന്ന് കാണിച്ചു തരാം. എക്സ് ഈസ് സച്ച് ദാറ്റ് നമ്മൾക്ക് ആദ്യം സെറ്റിനൊരു പേര് കൊടുക്കാം. എ എക്സ് ഈസ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ബബൽ. ഇങ്ങനെ എഴുതണതിനാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു രണ്ട് ഡോട്ട് എന്ന് പറയുന്നത്, ഈ ഒരു കോളം എന്ന് പറയുന്നത് ഇവിടെ ഈ സച്ച് ദാറ്റ് എന്നാണ് എഴുതില്ല, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എക്സ് എന്നത് വവ്വലിന് ഉള്ള ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആ കണ്ടീഷൻ നമ്മൾ ഒരു സെറ്റ് പോലെ എടുത്ത് എഴുതുകയാണ്. സോ ഈ കണ്ടീഷൻ പ്രകാരം നമ്മൾ ഒരു റോസ്റ്റർ സെറ്റ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് എ ഇ ഐ ഒ യു എന്ന ഈ ഒരു സെറ്റായിട്ട് മാറും. സോ നമ്മൾ എലിമെന്റ്സിനെ ഡയറക്ട്ലി എഴുതണത് റോസ്റ്റർ ഫോമും അതിന്റെ കണ്ടീഷനെ നമ്മൾ എഴുതി ഒരു സെറ്റ് ഉണ്ടാക്കണതിന് സെറ്റ് ബിൽഡർ ഫോമും എന്നാണ് പറയുക. സോ നിങ്ങൾക്ക് ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. റോസ്റ്റർ ഫോം വലിയ പണിയില്ല. സെറ്റ് ബിൽഡർ ഫോം ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ഇതിനെ സെറ്റ് ബിൽഡർ ആയിട്ടുള്ള ഇതിനെ റോസ്റ്ററിലോട്ട് മാറ്റാൻ പറ്റും. മാറ്റാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലപ്പോൾ ചോദ്യം ചോദിക്കാണ്ടിരിക്കാം. സോ രണ്ടും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അഥവാ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും ലെറ്റേഴ്സോ നമ്പേഴ്സോ ഒരു സീരീസ് തന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ സെറ്റാക്കി എഴുതുകയാണെങ്കിൽ ആ റിപ്പീറ്റഡ് ആയിട്ടുള്ളത് അതേ ഒരു തവണ എഴുതിയാൽ മതിയോ. സോ ഞാൻ ഇവിടെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യണം. സെറ്റിന്റെ പേര് എ എന്ന് കൊടുത്തിട്ടുണ്ട്. എ ഇസ് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഓഫ് വേർഡ്സ് സ്കൂൾ. വേർഡ് സ്കൂൾ എന്ന വേർഡിലെ ലെറ്ററുകളുടെ ഒരു സെറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാനിവിടെ എ സെറ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞ പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് വരും സെറ്റ് ഓഫ് എസ് സി എച്ച് ഒ എല്ലിനെ വരും. ഇവിടെ ഒ ആണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരണം. സോ ആ ഒ നമുക്ക് 2 തവണ എഴുതണം എന്നില്ല, ഒരൊറ്റ തവണ എഴുതിയാൽ മതിയോ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയൊരു പോയിന്റ് ആണ്, ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല എലമെന്റ്സിന്റെ. ഇവിടെ ഇപ്പം നമുക്ക് ഈ സെറ്റിനെ വേണമെങ്കിൽ എച്ച് എസ് സി എല് ഓന്നോ നിങ്ങൾക്ക് പറ്റുന്നത്ര അങ്ങനെ വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക. റിപ്പീറ്റഡ് എലിമെന്റ്സ് ആണെങ്കിൽ ഒരു തവണ എഴുതിയാലും മതിയാവും. ഓർഡറിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഇല്ല, നിങ്ങൾ തിരിച്ചു മറിച്ച് എഴുതിയാലും അതേ ഡെഫിനിഷനിലുള്ള സെറ്റ് തന്നെയായിരിക്കും. അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു ചെറിയ ടോപ്പിക്കാണ് എം ടി സെറ്റ് എന്താന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ NCERT-യിലുള്ള ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ ഇത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ എടുക്കണം, ഒരു എ സെറ്റ് എടുക്കണം. എ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സെറ്റ് ബിൽഡർ ഫോമിലാണ് എഴുതുന്നത്. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സ് ഈസ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ
സ്റ്റുഡന്റ് സ്റ്റഡിയിങ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഇൻ ക്ലാസ് 10th തന്നെ വെച്ചോ. ഇങ്ങനെ ഒരു സെറ്റ് ബിൽഡർ ഫോമില് ഒരു ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് എക്സ് എന്ന വ്യക്തി ക്ലാസ് 10th പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നാണ് നമ്മൾ ഈ സെറ്റ് ബിൽഡർ ഫോമായി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ഇതൊരു വെൽ ഡിഫൈൻഡ് സെറ്റ് ആണ്. കാരണം ക്ലാസ് 10th പഠിക്കുന്ന ഒരു കുട്ടി, സോ ക്ലാസ് 10th പഠിക്കുന്ന കുട്ടികൾ ഫൈനൈറ്റ് എമൗണ്ട് ആയിരിക്കും, അതായത് എണ്ണാൻ പറ്റുന്ന എമൗണ്ടിലായിരിക്കും. സോ നമുക്ക് അതൊരു സെറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ക്ലാസ് 10th പഠിക്കുന്ന ആൾക്കാർ നമുക്കൊരു സെറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. സപ്പോസ് ഞാൻ ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തി വെക്കുക. എക്സ് ഈസ് എ സ്റ്റുഡന്റ് ഇൻ both class 10th and class 11th. ഇങ്ങനെ ഞാൻ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തു. എക്സ് എന്ന കുട്ടി ക്ലാസ് 10th 11th പഠിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തു എന്ന് വെക്കുക. പോസിബിൾ ആണ്? അല്ല. ഒരു കുട്ടി എയ്തർ ക്ലാസ് 10th അല്ലെങ്കിൽ 11th രണ്ട് ക്ലാസ്സിലുമായിട്ട് പഠിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ എം ടി സെറ്റ് എന്ന് പറയുക. കാരണം ഇവിടെ ആരും ഇല്ല, 0 ആൾക്കാരാണ്, നോബഡി. അതിനെയാണ് നമ്മൾ എം ടി സെറ്റ് എന്ന് പറയുക. സോ ഇവിടെ എ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള 5 വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇത് 5 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എനെ ഇങ്ങനെ വെറുതെ സെറ്റിന്റെ ഉള്ളിൽ ഒന്നും എഴുതാണ്ട്, കേളി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ ഒന്നും എഴുതാണ്ടും എം ടി സെറ്റിനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് എം ടി സെറ്റിന്റെ ഒരു വേറെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് പോലും ഇല്ലാത്ത ഒരു സെറ്റ്, അതാണ് എം ടി സെറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ചെറിയൊരു കാര്യമാണ് ഫൈനൈറ്റും ഇൻഫൈനൈറ്റ് സെറ്റും എന്താണെന്നുള്ളത്. നിങ്ങൾക്കൊരു എ സെറ്റ് ഡിഫൈൻ ചെയ്യാൻ തരാം. എ ഈക്വൽ ടു ABCD തന്നെ വെച്ചോ. ചെറിയൊരു സെറ്റ് എ. ഇവിടുത്തെ എലമെന്റ്സ് നിങ്ങൾക്ക് എണ്ണാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എണ്ണാൻ സാധിക്കും, അറിയാൻ പറ്റും. ഇവിടെ 4 എലിമെന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഇത് ഫൈനൈറ്റ് ആണ്, നമ്മളെ കൊണ്ട് കൂടുന്ന സംഭവമാണിത്. ഇതേത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ. ഓൾ നാച്ചുറൽ നമ്പർ കുറച്ച് വലുതാണ്. ഞാനിപ്പോ ഇതിപ്പോ എഴുതി തുടങ്ങി എന്ന് പറഞ്ഞാൽ എ വന്നിട്ട് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ പൊക്കോണ്ടിരിക്കും. പ്രത്യേകിച്ച് എൻഡ് ഒന്നും ഇല്ല. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് എൻഡ് ഇല്ല. ഇങ്ങനെ അത് ഇൻഫിനിറ്റ്ലി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതിനാണ് നമ്മൾ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുക. ഇതും നമ്മളെ കൊണ്ട് എണ്ണാൻ പറ്റുന്ന കൂട്ടിയാൽ കൂടുന്നത് ഫൈനൈറ്റ് സെറ്റും, നമ്മളെ കൊണ്ട് എണ്ണിയ എവിടേക്ക് എത്താത്ത എണ്ണിയാലും തീരാത്ത അത്ര എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഇൻഫിനൈറ്റ് സെറ്റുമാണ് കേട്ടാ. ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു സംഭവമാണ് സബ്സെറ്റുകൾ എന്താന്നുള്ളത്. ഈസിയായി പറഞ്ഞുതരാം, നോക്കിക്കൊണ്ടിരിക്കുന്നു. സപ്പോസ് ഞാനിവിടെ എ എന്നൊരു സെറ്റ് ഡിഫൈൻ ചെയ്തു. 1 2 3 4 5. ഓക്കെ, 1 2 3 4 5. ഇതേ സമയത്ത് ഞാൻ ബി എന്നൊരു സെറ്റും ഡിഫൈൻ ചെയ്യുന്നു. ബി ഈസ് ജസ്റ്റ് 1
2 3 എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തു. നിങ്ങൾക്ക് കാണാൻ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, എയിലും 1 2 3 ഉണ്ട്, ബിയിലും 1 2 3 ഉണ്ട്, കോമൺ ആണ്. സോ നമുക്ക് പറയാൻ സാധിക്കും ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഈ ഒരു സി പോലത്തെ സിമ്പലാണ് നമ്മൾ സാധാരണഗതിക്ക് ഈസ് എ സബ്സെറ്റ് ഓഫ് എന്ന ഗതിക്ക് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ബിലോങ്സ് ടു എന്ന് എഴുതാൻ വേണ്ടി എപ്സിലോൺ സിമ്പിൾ ഉപയോഗിച്ചിട്ട് അതേപോലെ ഒരു സംഭവമാണ് ഈ സാധനം. ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ, അതായത് ബിയിലിരിക്കുന്ന എല്ലാ എലമെന്റുകളും എയിലും ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ബിയിൽ 1 2 3 ഉണ്ട്, എയിലും 1 2 3 ഉണ്ട്. സോ ബിയിലുള്ള എല്ലാ എലമെന്റും, എല്ലാം ഒന്ന് വിടാണ്ട് എല്ലാ എലമെന്റും എയിൽ കാണണം. എയിലുള്ള എല്ലാം ബിയിൽ വരണം എന്നില്ല, പക്ഷെ ബിയിലുള്ള എല്ലാം എയിൽ വരണം. ഇതിപ്പോ ഞാൻ നേരെ തിരിച്ചെഴുതി വെച്ചോ. ഞാൻ എനെ 1 2 3 എന്ന് എഴുതി, ബിനെ 1 2 3 4 5 എന്ന് തന്നെ എഴുതിന്ന് വെച്ചോ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം എയിലുള്ള എല്ലാ എലമെന്റും 1 2 3 തന്നെ ആ എലമെന്റ്സ് ഉള്ളൂ. ആ എല്ലാ 3 എലമെന്റ്സും ബിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ദാറ്റ് മീൻസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇതിപ്പോ ഞാൻ എന്ന് പറഞ്ഞ 1 2 3 6 കിട്ടുമെന്ന് വെച്ചോ. ഇവിടെ നിങ്ങൾക്ക് 1 2 3 ഒക്കെ ബിയിലുണ്ട്, 6 ബിയിലില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം എയിലുള്ള എല്ലാ എലിമെന്റ്സും എല്ലാം ബിയിൽ വരണം. സോ നമുക്ക് ക്ലിയർലി എഴുതാൻ സാധിക്കും എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. എന്ന് തന്നെ ഡിനോട്ട് ചെയ്യാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എ ബിയുടെ സബ്സെറ്റ് അല്ല, എയിലുള്ള എല്ലാ എലിമെന്റ്സും ബിയിൽ കാണുന്നില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലിമെന്റും ബിയിൽ കാണുന്നു എന്നാണ്. സബ്സെറ്റ് ഇത്രയേ ഉള്ളൂ പറയാൻ. ഒരു സെറ്റിലുള്ള എലിമെന്റ്സ് മറ്റൊരു സെറ്റിൽ പൂർണ്ണമായും കാണുന്നുണ്ടെങ്കിൽ അത് സബ്സെറ്റ് ആണ്. അത് എയിലുള്ള എല്ലാ എലിമെന്റുകളും ബിയിൽ കാണുന്നുണ്ടെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ചെറിയൊരു ടോപ്പിക് കൂടി പറഞ്ഞുതരാം. സിംഗിൾട്ടൺ സെറ്റ് എന്താന്നുള്ളത് കേട്ടോ. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സെറ്റിന്റെ ഉള്ളില് ഒരൊറ്റ എലിമെന്റ് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. ഇവിടെ ഇപ്പൊ ഞാൻ ഒരു എ സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എ എന്ന ഒരൊറ്റ എലിമെന്റ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് പറയാം ഈ ഒരു സെറ്റ് വന്നിട്ട് സിംഗിൾട്ടൺ ആണെന്ന്. ഇതൊരു സിംഗിൾട്ടൺ സെറ്റ് ആണ്, അത്രേ ഉള്ളൂ. ഈ ഒരു സാധനം അറിഞ്ഞു വെച്ചിരിക്കുക ആവശ്യം വരും. നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇതിൽ ഏതാണ് സിംഗിൾട്ടൺ സെറ്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് കുറെ സെറ്റ് ബിൽഡർ ഫോം എന്നിട്ട് അതിന് നമ്മൾ എലമെന്റ്സ് ഇങ്ങനെ കണ്ടുപിടിച്ച് അതിൽ ഏതാണ് സിംഗിൾട്ടൺ ആയി വരുന്നത് എന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്, അതായത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓപ്പറേഷൻസ് ആണ്. അത് അത്യാവശ്യം ഇത്തിരി വലിയ ടോപ്പിക്കാണ്. ഒരു വീഡിയോയില് ഒരു മുഴുവൻ വീഡിയോ എടുത്ത് ഒതുക്കേണ്ട ഒരു സംഭവമാണ് സെറ്റ് ഓപ്പറേഷൻസ് എന്താന്നുള്ളത്. അതുകൊണ്ട് ഞാൻ യൂണിവേഴ്സൽ സെറ്റില് നിർത്താൻ പോവുകയാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, എനിക്ക് ഡിഫൈൻ ചെയ്യാൻ കിട്ടുമെന്നറിയില്ല, ബട്ട് ഞാൻ നോക്കാം. ഇപ്പൊ നിങ്ങൾ ഒരു സെറ്റ് എടുത്തു, 2-3 സെറ്റ് എടുത്തു. ഇപ്പൊ ഞാൻ നമ്പറിന്റെ എടുക്കുന്നു, 1 2 3 4 5 6 7 8 9 ഇങ്ങനെ 3 സെറ്റ് എടുത്തു. യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ എയും ബിയും സിയും ഒക്കെ ഇല്ലേ, എല്ലാം ഈ എയും ബിയും സിയും 3 എണ്ണവും ഈ ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കണം. ഒരു എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പൊ യു എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 1 2 3 4
5, 6, 7, 8, 9, 10. അല്ലെങ്കിൽ 9 വരെ നിർത്താം. 10 ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ 9 വരെ നിർത്താം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. 1, 2, 3, 1, 2, 3 ഉണ്ട്. 4, 5, 6, 4, 5, 6, 7, 8, 9, 7, 8, 9. ഈ എയും ബിയും സിയും ഒക്കെ ഈ ഒരു യുവിന്റെ സബ്സെറ്റുകളാണ്. ഈ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് സെറ്റ് ആണ്. ലൈക്ക് ഇപ്പൊ ലെറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സൽ സെറ്റ് ആയി എടുക്കുക, ABCDFG അങ്ങനെ ആൽഫബറ്റ്സ് എടുക്കും. നമ്പേഴ്സിന്റെ കാര്യമാണ് എടുക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കുക, നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഒരു ബേസിക് സെറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് സബ്സെറ്റ് ആയിട്ട് പ്രൈം നമ്പറാ വേണ്ടി വന്നാൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും നാച്ചുറൽ നമ്പേഴ്സ് വെച്ചിട്ടാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സാധാരണഗതിക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ നിന്ന് ബാക്കിയുള്ള കുറച്ച് നമ്പറുകളുടെ സബ്സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ലൈക്ക് ഇതിൽ നിന്ന് നിങ്ങൾ പ്രൈം നമ്പറിന്റെ സെറ്റ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 വരും, 3 വരും, 5 വരും, 7 വരും. ഈ എ എന്ന് പറയുന്ന സെറ്റ് യൂണിവേഴ്സൽ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ബേസിക് കോണ്ടെക്സ്റ്റ് തരുന്ന ബേസിക് ആയിട്ടുള്ള ഏറ്റവും നോർമൽ ആയിട്ടുള്ള ഒരു സെറ്റിന് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക. ഇതിന് ഇപ്പൊ ഞാൻ ഇപ്പൊ ആൽഫബറ്റ് ലെറ്റേഴ്സിന്റെ വല്ല എടുക്കുകയാണെങ്കിൽ യു വന്നിട്ട് നിങ്ങൾക്ക് വരും ABCDEFGHI അങ്ങനെ അങ്ങനെ പൊക്കോണ്ടിരിക്കും Z വരെ. ഇതാണ് ആൽഫബറ്റുകളുടെ കണക്ക് വരുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് വരിക. കാരണം ഇതാണ് ഒരു ബേസിക് സെറ്റ്. ഇതിൽ നിന്ന് വേറെ സബ്സെറ്റുകൾ ഉണ്ടാക്കാനാണ് പറ്റുക. ഇതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ ബേസിക് സെറ്റ്. സോ യൂണിവേഴ്സൽ സെറ്റ് അതാണ്. ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബേസിക് സെറ്റിന്റെ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മള് സെറ്റിന്റെ ബേസിക്കുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഞാനിത് 2 ദിവസമായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. സംഭവം എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റിയില്ല. ഞാൻ കുറെ ദിവസം ഈ വീഡിയോ ഇട്ടിട്ടെന്ന് അറിയാം. എന്നാലും പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പരമാവധി കൺസിസ്റ്റന്റ് ആവാൻ ശ്രമിക്കണതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ വളരെ നന്ദി. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻസിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. സെറ്റ് ഓപ്പറേഷൻസ്, അതിൽ വന്നിട്ട് യൂണിയൻ, ഇന്റർസെക്ഷൻ, വെൻ ഡയഗ്രാം, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ട്. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ട്രബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് വളരെ ഈസി ആയിട്ട് ഞാൻ എടുത്തുതരുന്നതായിരിക്കും. നമ്മളതല്ല. സോ ഞാൻ വളരെ സിമ്പിൾ ആക്കി തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. അടുത്ത വീഡിയോയിൽ കാണാം.